തിരുവനന്തപുരം കാട്ടാക്കടിയിൽ CPM അധിക്ഷേപത്തിൽ മനംനൊന്ത് പഞ്ചായത്ത് അംഗം ജീവനൊടുക്കി. ആര്യനാട് പഞ്ചായത്ത് മെമ്പർ ശ്രീജയാണ് ആസിഡ് കുടിച്ച് ജീവനൊടുക്കിയത്. ശ്രീജയ്ക്കെതിരെ CPM രാഷ്ട്രീയ സമരം സംഘടിപ്പിച്ചതിന് പിന്നാലെയാണ് ആത്മഹത്യ. കൊള്ളക്കാരിയെന്ന് ആക്ഷേപിച്ച് ഫ്ലക്സ് ബോർഡ് വയ്ക്കുകയും ഇവർക്കെതിരെ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. വിശദാംശങ്ങളുമായി വിനീഷ് ശരിയാണ്. വിനീഷ്, CPM അധിക്ഷേപത്തിനും അവഹേളനത്തിനും പിന്നാലെയാണ് പഞ്ചായത്ത് അംഗമായ ശ്രീജ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എത്രത്തോളം പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നു കഴിഞ്ഞു? CPMന്റെ ഭാഗത്തു നിന്നും അത് പ്രാദേശിക നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നായി കഴിഞ്ഞാലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? നിലവിൽ CPM പ്രാദേശിക നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഒരു വിശദീകരണം നമുക്ക് ലഭ്യമാക്കുന്നില്ല. കാരണം CPM നേതാക്കൾ അത്തരത്തിൽ വലിയ തോതിൽ ഇത്തരത്തിൽ ഈ ശ്രീജയെ അപമാനിക്കുന്ന സാഹചര്യമുണ്ടായി. ശ്രീജ ആര്യനാട് പഞ്ചായത്തിലെ കോട്ടയ്ക്കകം വാർഡിലെ വാർഡ് മെമ്പറാണ്. ഇവർ കഴിഞ്ഞ കുറെ നാളുകളായി മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിന് സമീപത്തുള്ളവരും ഒപ്പം തന്നെ മറ്റു ചിട്ടികളിലുമായി കുറച്ച് പണം സ്വരൂപിച്ചിരുന്നു. പക്ഷേ ഈ പണം തിരിച്ചു നൽകാൻ സാധിച്ചില്ല. അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ ഇവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് CPMന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ധർണ ഈ കോട്ടയ്ക്കകത്ത് ആര്യനാട് ജംഗ്ഷനിൽ സംഘടിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ആ സമയത്ത് ഇവർ വലിയ കൊള്ളക്കാരിയാണ് എന്ന തരത്തിൽ, അല്ലെങ്കിൽ ജനങ്ങളെ കബളിപ്പിക്കുന്നു, പറ്റിക്കുന്നു എന്ന തരത്തിലുള്ള വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലുള്ള ആക്ഷേപം പ്രാദേശിക CPM നേതാക്കൾ പ്രസംഗത്തിൽ ഉടനീളം പറയുന്ന സാഹചര്യമുണ്ടായി. ഓരോ ഘട്ടത്തിലും ഇവർ പറ്റിക്കുകയാണ് ജനങ്ങളെ എന്ന തരത്തിൽ CPM നേതാക്കൾ പ്രസംഗിക്കുന്നതിൽ മനംനൊന്ത് വലിയ രീതിയിൽ പൊട്ടിക്കരയുന്ന ശ്രീജയാണ് കുടുംബാംഗങ്ങൾക്ക് കാണാൻ സാധിച്ചത്. തുടർന്ന് ഇന്ന് പുലർച്ചെ 2 മണിയോട് കൂടിയാണ് ശ്രീജ വീട്ടിലുണ്ടായിരുന്ന ആസിഡ് എടുത്ത് കുടിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ശ്രീജയെ രക്ഷിക്കാനായിട്ടില്ല. വലിയ അമർഷം തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് വ്യക്തിപരമായ ഒരു കാര്യത്തെ അത് രാഷ്ട്രീയപരമായി CPM ഉപയോഗിച്ചു എന്ന തരത്തിലുള്ള ആക്ഷേപമാണ് ഇപ്പോൾ പ്രാദേശിക CPM നേതാക്കൾ ഉപയോഗിച്ചു എന്ന ആക്ഷേപമാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്. വലിയ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. കാരണം വിനീഷ്, ഈ പ്രാദേശിക CPM നേതൃത്വത്തിന്റെ നിലപാട്, ആ ഒരു വിമർശനം, അവഹേളനം, ആക്ഷേപം, അധിക്ഷേപം, ഇതിന് പിന്നാലെയാണ് ഒരു ജീവനൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. നാട്ടുകാരുടെ ഇടയിൽ നിന്ന് വലിയ പ്രതിഷേധമാണ് സ്വാഭാവികമായി വരുന്നത്. പ്രത്യേകിച്ച് പാർട്ടി അണികൾക്കിടയിൽ നിന്ന് പോലും ഈ ഒരു വിഷയത്തിൽ നേതൃത്വത്തിനെതിരെ രോഷമുയരുകയാണല്ലേ? തീർച്ചയായിട്ടും നമുക്ക് അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധാരണ ഇവർ പറയുന്നത്, ഈ നാട്ടുകാർ തന്നെ പറയുന്നത് ഇത്തരത്തിലാണ്: പരസ്പരം ഞങ്ങൾക്കറിയാവുന്ന ഞങ്ങളുടെ മെമ്പറാണ്, ആ മെമ്പറെ ഇത്തരത്തിൽ അപഹസിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണെന്ന് നാട്ടുകാർ പോലും പലപ്പോഴും പരസ്പരം പറയുന്ന സാഹചര്യം, അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നമുക്ക് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കാരണം ശ്രീജയെ അങ്ങനെ വലിയ തോതിൽ അപമാനിക്കാനുള്ള ഒരു ശ്രമം വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഏതെങ്കിലും വിധേന വാർഡ് പിടിക്കുക എന്ന ലക്ഷ്യം. വിനീഷ് തുടരുക. ഇപ്പോൾ BJP മണ്ഡലം പ്രസിഡന്റ് ശ്രീ രാജീവ് നമ്മോടൊപ്പം ശരിയാണ്. ശ്രീ രാജീവ്, ഇവിടെ പഞ്ചായത്ത് അംഗം ശ്രീജയുടെ ആത്മഹത്യക്ക് പിന്നിൽ CPM അധിക്ഷേപം എന്നുള്ള വിമർശനം തന്നെയാണ് വരുന്നത്. ഏത് സാഹചര്യത്തിലാണ് CPMന്റെ ഇത്തരത്തിലുള്ള ഒരു അധിക്ഷേപം ഉണ്ടായത്, അവഹേളിക്കുന്ന സമീപനം ഉണ്ടായത്? മണ്ഡലം പ്രസിഡന്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആര്യനാട് മണ്ഡലം പ്രസിഡന്റാണ്. ക്ഷമിക്കണം, തുടരാം. അല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആര്യനാട് മണ്ഡലം പ്രസിഡന്റാണ്. എന്റെ വാർഡ് കോട്ടയ്ക്കകം വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ഒരു മെമ്പറാണ് ഈ ശ്രീജ എന്ന് പറയുന്ന വ്യക്തി. കഴിഞ്ഞ 20 വർഷക്കാലം CPMന്റെ അധീനതയിലിരുന്ന ഈ പഞ്ചായത്ത് വാർഡ് ഏകദേശം 390-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച അന്ന് മുതൽ ഈ ആൾക്കാർക്ക് കഴിഞ്ഞാൽ ഈ CPMന്റെ പ്രവർത്തകരും CPMന്റെ നേതാക്കളും ഇദ്ദേഹത്തെ വളരെ രീതിയിൽ അധിക്ഷേപിച്ചു കൊണ്ട് പോവാൻ കഴിയാത്ത സാഹചര്യം ഒന്നും കിട്ടാതിരുന്നപ്പോൾ വ്യക്തികളിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ട്. അത് വാസ്തവമാണ്, നമുക്കറിയാം. ഏകദേശം 20 ലക്ഷം രൂപയോളം കടമുണ്ട്. ആ കടം അവളുടെ വസ്തു ലോൺ വെച്ച് ഈ 30-ാം തീയതിക്കകത്ത് 28-ാം തീയതി എന്തോ ലോൺ കിട്ടും, അത് കൊടുക്കാം. അതിൽ ചിലവർ വട്ടിപ്പലിശയ്ക്ക് പൈസ എടുത്തിട്ടുണ്ട്, അങ്ങനെയെല്ലാം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷെ ഇത് പാർട്ടി ഇടപെട്ടു ഈ 30-ാം തീയതിക്കകത്ത് ആ പൈസ കൊടുക്കാം എന്ന് അവൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതിനു മുമ്പേ ഇവർക്ക് പ്രതിഷേധം വെച്ചുകൊണ്ട് ഈ ആര്യനാട് ഗ്രാമപഞ്ചായത്തിന്റെ 18 വാർഡുകളിൽ ഏത് വാർഡിൽ നിന്നാലും വിജയിക്കും എന്നുള്ള ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടും ഇദ്ദേഹത്തിന്റെ ഇമേജ് നല്ല രീതിയിൽ ഉള്ളതുകൊണ്ടും അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും തേജോവധം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ CPM എന്നുള്ള രാഷ്ട്രീയ പാർട്ടി സ്വീകരിച്ച നടപടി. അതിൽ ഇന്നലെ വ്യക്തമായിട്ടുള്ള ഒരു അജണ്ട വെച്ചുകൊണ്ട് ഈ വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് തേജോവധം ചെയ്തുകൊണ്ട്
വളരെ മോശപ്പെട്ട രീതിയിൽ ഇന്നലെ അവിടെ പ്രതിഷേധം പ്രകടനം നടത്തി. അതിൽ സംസാരിച്ച ആര്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജുമോഹൻ, ഈ ചെയർപേഴ്സൺ സുനിത, ഈ ഡിവൈഎഫ്ഐയുടെ ഏരിയ സെക്രട്ടറി മകേഷ്, ഈ ഷിജി കേശവൻ, മുൻ കോൺഗ്രസിന്റെ പാർട്ടി പ്രവർത്തകനായിരുന്ന ഇപ്പോൾ CPM നേതാവായ ഷിജി കേശവൻ, മുൻ വാർഡ് മെമ്പറും കൂടിയായിരുന്നു, കോട്ടയം വാർഡ് മെമ്പറും കൂടിയായിരുന്നു. ഇത്തരത്തിലുള്ള 4-5 പേര് വളരെ നികൃഷ്ടമായിട്ട് കാര്യം പറഞ്ഞാൽ ഒരു വ്യക്തിയെയും ഒരു സ്ത്രീയെയും സ്ത്രീ എന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ ആ രീതിയിൽ രാജീവ്, ഇവിടെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വ്യക്തിഹത്യ, ഒരു ആക്ഷേപം തന്നെയാണ് CPM നേതാക്കളുടെ ഭാഗത്തിനും ഉണ്ടായതല്ലേ? അതെ 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 അത് തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട, ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വലിയ വിമർശനമുയരുകയാണ്. CPM നേതൃത്വത്തിനെതിരെ വലിയ വിമർശനമുണ്ടായിരുന്നു. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഈ ഒരു വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടല്ലേ? അതെ, പ്രസിഡന്റ് നേതൃത്വത്തിലാണ് ഇന്നലെ ഈ ധർണ കൂടിയത്. കാര്യം ഇത് സ്ഥാപനങ്ങളിൽ നിന്നോ ബാങ്കിൽ നിന്നോ ഒരു കൊള്ളയടിയോ ഒന്നും നടത്തിയിട്ടില്ല. വ്യക്തികളിൽ നിന്ന് പണം വാങ്ങിച്ചിട്ടുണ്ട്. അതിന് ആ പണം തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരുമാണ്. അത് കൊടുക്കാൻ എന്നുള്ള രീതിയിൽ കാര്യം പറഞ്ഞാൽ പാർട്ടി നേതൃത്വം ഉൾപ്പെടെ ഇടപെട്ടതുമാണ്. പക്ഷെ ഇപ്പോൾ അവർ ഈ രാഷ്ട്രീയ സാഹചര്യം മുതലാക്കാൻ വേണ്ടി ആ കുട്ടിയെ തേജോധം ചെയ്തപ്പോൾ ഒരു കേസിനോ വഴക്കിനോ ഒന്നിനും പോകാത്ത ഒരു മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിലുള്ള ഒരു കുട്ടി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഇത് താങ്ങാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. അതിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് ഈ ആര്യനാട് ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ഞാൻ പറഞ്ഞ ഈ 4 പേരുടെയും പേരിൽ കൊലപാതക കുറ്റത്തിന് കേസെടുക്കണം. ആ കേസെടുത്ത് ഇവർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. യെസ്, വളരെയധികം നന്ദി ശ്രീ രാജീവ്. കോൺഗ്രസ് നേതാവ് ശ്രീ രാജീവാണ് പ്രതികരിച്ചത്. നന്ദി ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. വീണ്ടും വിനീഷിലേക്ക്. വിനീഷ്, ശ്രീ രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെ CPM നേതാക്കളുടെ അധിക്ഷേപം, പ്രത്യേകിച്ച് CPM നേതാവായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ് ഇത്തരത്തിലുള്ള അധിക്ഷേപത്തിനും വ്യക്തിഹത്യക്കും കൂട്ടുനിന്നത്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധം ഇതിനകം ശക്തമായി കഴിഞ്ഞു അല്ലേ? തീർച്ചയായിട്ടും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തങ്ങൾക്ക് നേരിട്ടറിയാവുന്ന മെമ്പർക്ക് നേരെ ഇത്തരത്തിലുള്ള ഒരു അധിക്ഷേപം, പൊതുസമൂഹത്തിൽ ഇത്തരം അവരെ അപമാനിക്കുന്ന തരത്തിലുള്ള പദപ്രയോഗങ്ങൾ പ്രസംഗത്തിലുടനീളം CPMന്റെ പ്രാദേശിക നേതാക്കൾ നടത്തിയെന്ന് നാട്ടുകാർ പറയുന്നു. വ്യക്തിഹത്യ നടത്തുന്ന തരത്തിലുള്ള പ്രസംഗം നടത്തുന്നു. ഒപ്പം തന്നെ പഞ്ചായത്തിൻ്റെയും ഒപ്പം തന്നെ വാർഡിലെ വിവിധ പ്രദേശങ്ങളിലും ഇവർക്കെതിരെ ഫ്ലെക്സുകൾ വയ്ക്കുന്നു. അത് പഞ്ചായത്തിൻ്റെ അഴിമതി നടത്തി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഇവർ അഴിമതി നടത്തി, പഞ്ചായത്തിൽ അഴിമതി നടത്തി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകളാണ് CPM സ്ഥാപിച്ചിരുന്നത്. ഇതിൽ മനംനൊന്താണ് ഇപ്പോൾ ശ്രീജ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കൾ ഇപ്പോൾ ആര്യനാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആര്യനാട് പോലീസിൽ പരാതി നൽകി ഇത്തരത്തിൽ മൊഴി പോലീസിന് മുന്നിൽ നൽകിയിട്ടുണ്ട്. ഇന്ന നേതാക്കളാണ്, DYFയുടെയും ഒപ്പം തന്നെ CPMന്റെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് വ്യക്തിഹത്യ നടത്തുന്ന തരത്തിലുള്ള പ്രസംഗം നടത്തിയത്. ഇവർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ആര്യനാട് പോലീസിൽ പരാതി നൽകിയിട്ട് പോലും ഇത്തരത്തിലുള്ള മൊഴി നൽകിയിട്ട് പോലും പോലീസ് മൊഴി തിരുത്തുന്ന സമീപനം നടത്തി എന്ന തരത്തിലുള്ള ഒരു ആക്ഷേപവും ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നു. കാരണം രാഷ്ട്രീയ സ്വാധീനത്താൽ നിലവിൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയോ മറ്റ് DYFI നേതാക്കൾക്കെതിരെയോ ഇത്തരത്തിൽ വ്യക്തിഹത്യ നടത്തുന്ന തരത്തിൽ പ്രസംഗം നടത്തിയ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ ആര്യനാട് പോലീസ് കോൺഗ്രസ് നേതാക്കളോട് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്തായിരുന്നാലും വലിയ പ്രതിഷേധം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നിലവിൽ രാഷ്ട്രീയം മറന്നുകൊണ്ട് ജനങ്ങളെല്ലാവരും ഒരുമിക്കുന്ന ഒരു സമീപനത്തിലേക്ക് ഈ വിഷയത്തിൽ കാര്യങ്ങൾ നീങ്ങുകയാണ്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ശ്രീജയുടെ മൃതശരീരം പോസ്റ്റ്മോർട്ടങ്ങൾക്ക് ചെയ്തതിന് ശേഷം തന്നെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ തിരുവനന്തപുരം കാട്ടാക്കടയിലെ CPM അധിക്ഷേപത്തിൽ മനംനൊന്ന പഞ്ചായത്ത് അംഗം ആത്മഹത്യ ചെയ്ത വിഷയത്തിൽ വലിയ പ്രതിഷേധമുയരുകയാണ്. വിനീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ